So hello guys, how are you? So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതേപോലെ VFX ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രീൻ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ നമുക്ക് ഈ സീനിലെ വാച്ച് ഒന്ന് ഗ്രീൻ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇത് ഇങ്ങനൊരു റെഡ് ബട്ടൺ ഉണ്ടാവും. അതിൽ നമ്മൾ പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ളത് വരും. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പേര് കൊടുക്കണം. ഞാനിവിടെ ടോണി എന്നാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്യാൻവാസ് ചൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അങ്ങനെ പല ക്യാൻവാസ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ FPS ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം, അതായത് ഒരു സെക്കൻഡിൽ നമ്മുടെ ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. 2 ഫ്രെയിം ആകുന്ന നേരം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. 3 ഫ്രെയിം ആകുന്ന നേരം കുറച്ചുകൂടി ക്ലാരിറ്റി വരും. 4 വരുന്ന നേരം അതിനേക്കാട്ടും കുറച്ചുകൂടി കൂടും. 5 വരുന്ന നേരം അങ്ങനെ കൂടി നമ്മുടെ ഈ ഒരു ഇതിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം ഇപ്പം നമ്മൾ 30 മാക്സിമത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിം വെച്ച് കൂടും. അതിനനുസരിച്ച് നമ്മുടെ റിസൾട്ടിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ശേഷം നമ്മൾ ക്രിയേറ്റ് പ്രോജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മുടെ ക്യാൻവാസ് മുന്നിൽ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിൽ ആഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ശേഷം നമുക്ക് ഏത് വീഡിയോ ഫയലാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ആനിമേഷനായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഈ സംഭവങ്ങൾ ഫ്രെയിം പെർ ഫ്രെയിമായിട്ട് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതായത് അത്രയ്ക്ക് വലിയ ടൈമൊന്നും എടുക്കില്ല, എന്നാലും കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മുടെ ക്യാൻവാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഇപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫസ്റ്റ് ഫ്രെയിം ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേയധികം ഫ്രെയിമുകൾ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഫ്രെയിംസ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ റിമൂവ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രെയിം റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടൂൾ ബാർ ഉണ്ട്. അതിൽ നമുക്ക് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പാട്ടയുടെ ചിഹ്നമില്ലേ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് സ്ക്രീനാണോ വേണ്ടത്, അപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ ഗ്രീന്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, അങ്ങനെ ഏത് കളറാണോ വേണ്ടത് ആ കളറിലേക്ക് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ക്യാൻവാസിൽ വന്നിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്ന നേരം നമ്മുടെ സ്ക്രീൻ ഫുള്ള് ഗ്രീനായിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മുടെ ഓരോരോ ഫ്രെയിമും 1 by 1 ആയിട്ട് നമുക്ക് ഫുള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കാം, ഗ്രീനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻ കേസ് നമുക്ക് വേണ്ടാത്ത ഫ്രെയിംസ് ഇതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവായി കളയാം. ശേഷം നമ്മൾ എല്ലാ സ്ക്രീനും നമ്മൾ ഗ്രീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മുടെ റൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഒരു ലെയറിൻ്റെ ചിഹ്നം കാണാം, കള്ളി അതിൽ ക്ലിക്ക് ചെയ്യാം.
ശേഷം അവിടെ ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ കാണാം, ഒരു ഗ്രീനിൽ കാണാം. അപ്പോൾ നമ്മൾ അതിൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ 100% എന്നായിരിക്കും ഉണ്ടാകുക. നമ്മൾ മുകളിലേക്കോ താഴോട്ടേക്കോ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ ലെവലിൻ്റെ പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞും കാണാം. അപ്പോൾ കൂടുന്നതിന് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സ്ക്രീനിലെ കളറും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒരു മിഡിലിട്ടിട്ട് നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ കാണുന്ന രീതിയിൽ ജസ്റ്റ് ആ വേണ്ടുന്ന ഭാഗം നമ്മളൊന്ന് മായ്ച്ചളയാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൂൾസിൽ ഇറേസറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് വേണ്ട പിക്ചർ എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലും പൊസിഷനിലും വെച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും, ഈ ഫ്രെയിം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ആവശ്യമുള്ള ഈ ഏരിയ മാത്രം ഒന്ന് മായ്ച്ചു കൊടുക്കാം. ശേഷം നമ്മൾ മായ്ച്ച ഭാഗം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാർക്കറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ അതിൽ കളറിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഓവറായിട്ട് പോയി എന്ത് തോന്നുന്ന ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഓരോന്നിങ്ങനെ വൃത്തിയിൽ ചെയ്തെടുക്കാം. ശേഷം ഇത് നമ്മുടെ വർക്ക് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മൾ ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ പെർസെൻറ്റേജ് 100ലേക്ക് ചേഞ്ച് ചെയ്യുക. ശേഷം നമുക്കിതെങ്ങനെ വീഡിയോ ആക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ബാക്ക് അടിക്കുക. ശേഷം ചെയ്ത ഫയൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ വരും. അതിൽ ഏറ്റവും വലതുഭാഗത്തുള്ള ഒരു വീഡിയോയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഫയലിൻ്റെ നെയിമോ റീനെയിം ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോ വെർഷൻ ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ശേഷം മേക്ക് മൂവി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മുടെ മൂവി സീൻ നമ്മൾ ഗ്രീൻ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.